ശരീരത്തിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ ബുദ്ധിമുട്ടുകളാണ് ഡിസീസായി വരിക. നമുക്ക് ഉദാഹരണം എടുക്കാം. ഒരാള് മഴ നനഞ്ഞു. മഴ നനഞ്ഞ ആള് വീട്ടിലേക്ക് വേഗം വന്നു. അതിനുശേഷം അയാൾ തോർത്തിയില്ല. അയാളുടെ ഉച്ചിയിലേക്ക് ആ വെള്ളം ഇറങ്ങുകയും അവിടെ കിടന്നിരുന്ന പൊടിപടലങ്ങൾ അത് ആ കഫമായി മാറുകയും അയാൾക്ക് തുമ്മലുണ്ടാവുകയും ചെയ്തു. നമുക്കറിയാം, ആ ഇറങ്ങിയ വെള്ളം കൃത്യമായിട്ട് അവിടെ വരികയും അവിടെ തുമ്മലുണ്ടാകുകയും ചെയ്ത് ആ തുമ്മി അയാളുടെ ആ കയറിയ ആ ഒരു പൊടിപടലങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് അതോടുകൂടി ആ ബുദ്ധിമുട്ട് മാറും. ഇനി പുറത്ത് പോയില്ല, അതവിടെ കെട്ടിക്കിടന്നാൽ അത് കഫമായി രൂപപ്പെടുകയും പിന്നീട് അയാൾക്ക് സ്നീസിങ്ങിന്റെ ബുദ്ധിമുട്ടിലേക്ക് വരികയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് പനി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏതെങ്കിലും ഒരു ഭക്ഷണം പിടിക്കാതെ വരികയോ അല്ലെങ്കിൽ ആ ഭക്ഷണം ദഹിക്കാതെ വരികയോ ചെയ്താൽ, അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിച്ച ശേഷം ശരീരത്തിൽ ദഹിപ്പിക്കാൻ ആവശ്യമായ സമയം കിട്ടാതിരിക്കുകയോ യാത്ര പോലുള്ള ബുദ്ധിമുട്ടുകൾ